20 മത്സരമായി 22 ടീമിനെ പ്രഖ്യാപിച്ചു. എന്താണ് ഇത്തവണത്തെ പ്ലാനുകൾ? പ്ലേയേഴ്സൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു 7 പ്ലെയേഴ്സും പിന്നെ ഒരു 15 യങ്സ്റ്റേഴ്സും ഉണ്ട്. അവരും എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് തന്നെയാണ്. ഒരു ശൈലിയൊക്കെ എങ്ങനെ ഉണ്ടാവും? അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും. കൂടുതൽ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിൽ ഇപ്പോൾ റെയിൽവേസ് ഉണ്ട്, ബാക്കി ടീമുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു ശക്തി എങ്ങനെ വിലയിരുത്തുന്നു? റെയിൽവേസ് തീർച്ചയായിട്ടും മുൻകാലത്തേക്കാൾ കൂടുതൽ നല്ല റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തി. ഈവൻ കേരളത്തിൽ നിന്ന് വരെ ഒരു 5 പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ സന്തോഷ് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ്. പിന്നെ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന ടീമാണ്. തീർച്ചയായിട്ടും നല്ല ടീമുണ്ടായിരിക്കും അവർ. അതുപോലെ തന്നെ ലക്ഷദ്വീപും പോണ്ടിച്ചേരിയും പണ്ട് കാലങ്ങളേക്കാൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഫുട്ബോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ടഫ് തന്നെയായിരിക്കും മാച്ചസ്. എന്തായാലും കപ്പ് ഇത്തവണ ശ്രമിക്കും, തീർച്ചയായിട്ടും ലഭിക്കണം. സഞ്ജു ഇത്തവണ 5ാമത്തെ സന്തോഷ് ട്രോഫിക്ക് ഇറങ്ങുന്നല്ലേ? അതെ അതെ. മുൻപരിചയമൊക്കെ ഗുണം ചെയ്യും. ബാക്കി പ്ലേയേഴ്സൊക്കെ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഒരു കോമ്പയിലേക്ക് വന്നോ? അതെ അതെ, ഈ പ്രാവശ്യം നല്ല യങ്സ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട്. പ്ലേയേഴ്സ് എല്ലാവരും മാച്ച് കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അത് ടീമിന് നല്ലോണം ഗുണം ചെയ്യും. വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഞങ്ങളും പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ നമ്മുടെ 100% ഗ്രൗണ്ടിലിടും. 15 പുതുമുഖ താരങ്ങളുണ്ടല്ലോ. അതെ അതെ, 15 പുതുമുഖ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയായാലും അവർ കൊൽക്കത്ത ലീഗും അതേപോലെ തന്നെ KSL കളിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ പുതുമുഖ താരങ്ങൾ എന്ന് പറയാനായിട്ട് അവർക്ക് മാച്ച് എക്സ്പീരിയൻസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസും അത് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. കേരളത്തിൻ്റെ യോഗ്യതാ മത്സരങ്ങളാണ്. 20-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ റെയിൽവേസുമായാണ് ആദ്യ മത്സരം. 22 ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിശീലകനും ടീം അംഗങ്ങൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയിലാണ്. കോഴിക്കോട് നിന്ന് ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.